ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസി ടെസ്റ്റാണ് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് സ്ലൈഡ്, ഡ്രോപ്പർ, ആൻറ്റി എ, ആൻറ്റി ബി, ആൻറ്റി ഡി എന്നിവയാണ്. എല്ലാ റിയേജൻസും റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ട് ടെസ്റ്റ് ചെയ്യാവൂ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആളുടെ ബ്ലഡ് EDTA കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത്. EDTA എന്ന് പറയുന്നൊരു ആൻറ്റികോയഗുലൻ്റ് ആണ്. ഓരോ വെല്ലിലേക്കും നമ്മൾ ആൻറ്റി എ, ആൻറ്റി ബി, ആൻറ്റി ഡി ആഡ് ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആളുടെ സാമ്പിൾ ഒരു ഡ്രോപ്പ് വീതം ആഡാക്കും. എന്നിട്ട് മിക്സ് ചെയ്ത് റൊട്ടേറ്റ് ആകുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാം കേട്ടോ. ഈ സാമ്പിളിൽ ബിയിലും ഡിയിലുമാണ് അഗ്ലൂട്ടിനേഷൻ കാണുന്നത്. അതുകൊണ്ട് ഇത് ബി പോസിറ്റീവ്. ഇനി ഡി മാത്രമാണ് O പോസിറ്റീവ്, എയിലും ഡിയിലുമാണെങ്കിൽ A പോസിറ്റീവ്. ബാക്കി ഗ്രൂപ്പുകൾ ഞാൻ ഈ പിക്ചറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അഗ്ലൂട്ടിനേഷൻ വരുന്ന നമ്മുടെ റെഡ് സെല്ലിലുള്ള ആൻറ്റിജനും ഇതായി ആഡ് ചെയ്യുന്ന ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കേട്ടോ. A പോസിറ്റീവ് ഉള്ള ആളുടെ ബോഡിയിൽ A ആൻറ്റിജൻ ഉണ്ടാവും. പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഫോർവേഡ് ടൈപ്പിംഗ്, റിവേഴ്സ് ടൈപ്പിംഗ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെ ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന അഡ്വാൻസ് ടെക്നിക്കും ഒക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഓട്ടോമേറ്റഡ് എറിത്രോസൈറ്റ് മാഗ്നറ്റൈസ്ഡ് ടെക്നോളജി, ജീനോ ടൈപ്പിംഗ്, ജെൽ കാർഡ് മെത്തേഡൊക്കെ ഉണ്ട്.